ഹായ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് സിംഗിൾ എൻട്രി, എന്താണ് കോമ്പൗണ്ട് എൻട്രി, എന്താണ് കമ്പൗണ്ട് എൻട്രി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പർച്ചേസ്, ഡയറക്റ്റ്, എന്താണ് ഡിസ്കൗണ്ട് അലവൻസ്, ക്രെഡിറ്റ് ഡിസ്കൗണ്ട് എന്നീ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഡ്ജസ്റ്റിംഗ്. എന്തിനാണ് അഡ്ജസ്റ്റ് എൻട്രി? ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലോട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യും. എന്തിനാണ് അവിടെ ഓക്കെ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് നോക്കടാ. ഇത് സാറ്റിസ്ഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് റവന്യൂ റവന്യൂ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോസ്റ്റും റവന്യൂ. അതായത് നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പീരിയോഡിക് കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വർഷത്തിൽ ഏത് വർഷമാണ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ഇപ്പോൾ 24-25 എന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഓരോ വർഷം വെച്ച് ചെയ്താൽ നമ്മൾ പ്രോഫിറ്റും ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രോഫിറ്റ് കാണുമ്പോൾ ഇക്കൊല്ലത്തെ എല്ലാ എക്സ്പെൻസും എന്ന് റെക്കോർഡ് ചെയ്യണം എന്നാണ് അത് കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത വർഷത്തിലെ എല്ലാ എക്സ്പെൻസും അല്ലെങ്കിൽ ഇൻകവും വരുമാനവും അത് അടുത്ത വർഷത്തിൽ കാണിക്കും. അല്ലാതെ അടുത്ത വർഷത്തിലെ എക്സ്പെൻസ് ചെലവ് ഈ വർഷം കാണിക്കാൻ പറ്റില്ല, അടുത്ത വർഷത്തിലെ ഇൻകം ഇത്. അപ്പൊ അത് രണ്ടും മാച്ചാണ്. അപ്പോൾ സപ്പോസ് ഒരാളടാ ഈ വർഷത്തിൽ ആക്ച്വലി റെന്റ് കിട്ടിയത് ഈ വർഷത്തിലെ റെന്റ് ഓക്കെ, അല്ലെങ്കിൽ ഈ വർഷത്തിൽ നമ്മൾ റെന്റ് കൊടുക്കാണ്ടായിരുന്നു, അത് നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ. സോ ആ റെന്റ് നമ്മൾ ഈ വർഷം കൊടുക്കാതെ അടുത്ത വർഷം വരും, ഈ വർഷം കൊടുത്തില്ല അടുത്ത വർഷം വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ വർഷം കൊടുക്കേണ്ട റെന്റ് അടുത്ത വർഷം വരും. അപ്പൊ നമ്മൾ ഇത് അടുത്ത വർഷം നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് പോകും അല്ലേ. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ സെയിലുണ്ട്, ഈ വർഷത്തിലെ സെയിൽ, ഈ വർഷത്തെ സെയില് ആക്ച്വലി അയാൾ പൈസ തന്നത് ഈ വർഷമല്ല അടുത്ത വർഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തെ സെയിലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അന്നത്തെ ഇൻകം, അന്നത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ അന്നത്തെ പ്രോഫിറ്റിലോട്ടല്ല അത് പോവുക. അങ്ങനെ പോകാൻ പാടില്ല ആക്ച്വലി, ഇല്ല. കാരണം സെയിലാണെന്ന് എന്താണ്, അത് പൈസ വന്ന അന്നാന്ന്. അവിടെയാണ് ഈ അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉണ്ടാവുക. അപ്പൊ നോക്കണം എന്തുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി വന്നത്. എന്താ, എമൗണ്ട് ഹാസ് ബീൻ റിസീവ്ഡ് ഓർ പെയ്ഡ്, ഒന്നല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു, വിച്ച് ബിലോങ്സ് ടു മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അപ്പുറം കടന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പൈസ കിട്ടി, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഓർ റവന്യൂ ഓഫ് കറന്റ് ഇയേഴ്സ് സ്റ്റാൻഡ് ഡ്യൂ ഓർ നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ പൈസ കൊടുത്തില്ല, എക്സ്പെൻസ് ഒന്നും കൊടുത്തില്ല. ഒന്നുകൂടെ വ്യക്തമാക്കി. ഒന്നാമത്തെ കേസ്, ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഈ എക്സ്പെൻസ് നമ്മൾ ഈ വർഷം കൊടുത്തില്ല, ഏത് വർഷം കൊടുത്തത്, അടുത്ത നെക്സ്റ്റ് ഇയറിലാണ് കൊടുത്തത്, നെക്സ്റ്റ് ഇയർ. അപ്പൊ നമ്മുടെ ഈ വർഷം കൊടുക്കാൻ അടുത്ത വർഷം കൊടുത്തു, പക്ഷെ ഈ എക്സ്പെൻസ് ഏത് ഈ ഇയറില്, ഈ വർഷത്തിന്. അപ്പൊ ഈ എക്സ്പെൻസ് ശരിക്കും ഏത് വർഷത്തിലായിരുന്നു, ഈ വർഷത്തിലാണ്. ഇനി അപ്പൊ ഇത് വരുന്നത്, അപ്പൊ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസിന് ജസ്റ്റ് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആകണ്ട. അപ്പൊ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എബോവ് 2 കേസസ് അഡ്ജസ്റ്റ് ടു ബി മേഡ്. അതെന്ത് ചെയ്യണം, അടുത്ത വർഷത്തിലെ ട്രാൻസാക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അത് ഇപ്രാവശ്യത്തെ എൻട്രിയിൽ തന്നെ അത് വരണം എന്നാണ് പറയുന്നത്. സോ അത് എങ്ങനെ വരുത്തും, അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫോളോയിങ് ഐറ്റംസ് ആർ റിക്വയർഡ്, താഴെ പറയുന്നതിനാണ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടത്. സോ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഔട്ട്സ്റ്റാൻഡിങ്. എടാ, എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് എക്സ്പെൻസസ്. ഇപ്പൊ നമ്മുടെ സാലറി, റെന്റ്, അതുപോലെ തന്നെ നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ, സ്റ്റേഷനറി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ എന്ത് തന്നെയാണ്, എക്സ്പെൻസ് തന്നെയാണ്, ഇതൊക്കെ നമ്മുടെ ചെലവാണ്. പക്ഷെ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ടാവും നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ. ഇപ്പൊ നമ്മുടെ എപ്പോഴും നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ എന്താ, ഫസ്റ്റ് ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025, ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ ഇയർ അപ്പൊ എന്നാ നമ്മുടെ രണ്ട് ടൈപ്പ് ഇതുണ്ടായിരുന്നു, നമ്മുടെ ബേസിക് ഫൈനാൻഷ്യൽ ഇയറും ഉണ്ട്, നമ്മുടെ നോർമൽ കലണ്ടർ ഇയറും ഉണ്ട്. അപ്പൊ കലണ്ടർ ഇയർ എന്നാ ഫസ്റ്റ് ജനുവരി തുടങ്ങി 31 വരെ, ഇത് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഏപ്രിൽ തുടങ്ങി 31 മാർച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ
31 മാർച്ചിന് ഇപ്പൊ നോക്കടാ പൈസ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൊടുക്കാത്ത പൈസ ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പൊ എന്താ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അവിടെ ഉണ്ടായി പക്ഷെ കൊടുത്തിട്ടില്ല. സപ്പോസ് ഇപ്പൊ നോക്കടാ മാർച്ച് 31 നമ്മളെ ഒരു കൊല്ലം കഴിയാം. അപ്പൊ മാർച്ചിത്തെ റെന്റ് അന്ന് ആ മാർച്ചിലെ റെന്റ് എന്തായാലും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഈ മാർച്ചിത്തെ റെന്റ് നമ്മള് 31 മാർച്ചിന് കൊടുത്തിട്ടില്ല. 31 മാർച്ച് ഞാൻ കൊടുക്കണ്ടായിരുന്നു പക്ഷെ കൊടുത്തില്ല. അപ്പോ ഇത് കൊടുക്കാനുള്ള എക്സ്പെൻസ് അല്ലേ, ഈ കൊടുക്കാനുള്ള എക്സ്പെൻസിന് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഇത് എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ സാലറി മാർച്ചിത്തെ കൊടുത്തിട്ടില്ല, അപ്പൊ ആ ഇയർ എൻഡിൽ അവസാനം കൊടുക്കാനുള്ള. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിലൂടെ ഒന്ന് പോവാം. ആൻ എക്സ്പെൻസ് ഒക്കോർഡ് ദ പീരിയഡ് ഷുഡ് ബി ഡെബിറ്റഡ് and the English it is summarized recorded for example. For example ലൂടെ നോക്കാം എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഫോർ എക്സാമ്പിൾ if salary is outstanding 5000 for December 2020. ഇത് ഇവിടെ നോക്കടാ, ഇവര് കലണ്ടർ ഇയർ ഓഫീസ്, അതായത് ജനുവരി ടു ഡിസംബർ 2014 5000 കൊടുത്തിട്ടില്ല. ഓക്കെ, 5000 എന്തില്ല കൊടുക്കേണ്ടതായിരുന്നു. ആക്ച്വലി ഈ സാലറി കൊടുക്കാനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൻട്രി എടുക്കുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാണ് കൊടുക്കാനുള്ളത്. പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണൊക്കെ എനിക്കാണ് പൈസ തരാനുള്ളത് മർസൂഖ് അക്കൗണ്ട്. കാരണം ഈ മർസൂഖ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി അക്കൗണ്ടാണ്, സാലറി ആയിരുന്നു എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഈ ഒരു എൻട്രി ഇട്ടിട്ടുണ്ടാവും എന്ന് 31 ഡിസംബറിന്. അപ്പോ ഈ സാലറിയിൽ ഇപ്പൊ ഒരു 5000 ആണെങ്കിൽ 5000 എടുത്തെന്ന് വിചാരിക്കും. ഈ 5000 അന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, അതിന് നമ്മൾ സാലറി നമ്മൾ സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് അക്കൗണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി അക്കൗണ്ടാണ്. നമ്മൾ കൊടുക്കാനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ബാധ്യത, അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്, എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നതും ഒരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. ലയബിലിറ്റി അക്കൗണ്ട് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണം, അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തു. വൈ, ഇതൊരു എക്സ്പെൻസ് അക്കൗണ്ടാ, സാലറി എക്സ്പെൻസ് അക്കൗണ്ടാ, ഇത് ഡെബിറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ലയബിലിറ്റി അക്കൗണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ്. എന്താ, പൈസ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയത് സാലറി റിമൈനിങ് തുടരുന്നു അൺപെയ്ഡ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ. ഡിസംബറിൽ ആ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കാത്ത പൈസ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ സാലറി കൊടുക്കണമെങ്കിൽ സാലറി ഔട്ട്, റെന്റ് കൊടുക്കണമെങ്കിൽ റെന്റ് ഔട്ട്. ഓക്കെ, വേറെ വല്ലതും ആണെങ്കിൽ എന്താണെങ്കിലും ഡാഷ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ദാറ്റ്സ് കോൾഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. That's called outstanding. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീപെയ്ഡ് നമ്മൾ നേരത്തെ പൈസ കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് 3 വർഷത്തേക്ക്, പോലെ 3 വർഷത്തേക്ക് നമ്മളാണ് എന്ത് ചെയ്തു, 3 ഇയറിലോട്ട് നമ്മൾ ഫോണാണ് റീചാർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കടാ, സപ്പോസ് 1500 രൂപയാണ് 3 വർഷത്തേക്ക് റീചാർജ് എന്ന് വിചാരിക്കും. അതിനകത്ത് ശരിക്കും ഫസ്റ്റ് 500 ഒന്നാമത്തെ കൊല്ലം, അടുത്ത 500 രണ്ടാമത്തെ കൊല്ലം, മൂന്നാമത്തേത് 500, ഇങ്ങനെയല്ല ശരിക്കും അതിൻ്റെത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ശരിക്കും ഈ 500 മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വരാൻ പറ്റൂ, ബാക്കി 500 അടുത്ത വർഷങ്ങളിലാണ് വരും. അപ്പൊ അങ്ങനെ നേരത്തെ പൈസ കൊടുത്തതിന് എങ്ങനെയാണ് വരിക എന്ന് പറയാം, ഇൻഷുറൻസ് അടച്ചു. അപ്പൊ അതിന്റെ എൻട്രി നോക്കണം. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇൻഷുറൻസ് പ്രീമിയം ഫോർ 2025 പെയ്ഡ് ഇൻ 2024 ഫോർ 30% എൻട്രി വിൽ ബി മെയ്ഡ് ആസ് ഫോളോസ്. നമ്മളിപ്പോ 2024 വിചാരിക്കും, അല്ല 2024 അല്ല 2014. ഇപ്പൊ 2014 2014 നമ്മൾ 2015 ഇൻഷുറൻസ് പ്രീമിയം അടക്കണം. അങ്ങനെ 2015 അടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2024 എക്സ്പെൻസ് ആണോ? അല്ല, 2015 എക്സ്പെൻസ്. സപ്പോസ് അടയാൻ പറയട്ടെ, ഞങ്ങള് 2 കൊല്ലത്തിന് റീചാർജ് ചെയ്തു. അപ്പൊ ഈ വർഷത്തെ റീചാർജ് ചെയ്ത എമൗണ്ട് അത് ഏതൊക്കെയുള്ള, ഈ വർഷത്തിലുള്ളതാണ്. അടുത്ത വർഷത്തിന്റെ എമൗണ്ട് അത് അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ അടുത്ത വർഷത്തിന്റെ റെക്കോർഡിങ്ങിലല്ല നമ്മൾ വരേണ്ടത്, അതിപ്പോ വരാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രീമിയം ഉണ്ട് ഇവിടെ. ഇൻഷുറൻസ് ആയതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുർ അക്കൗണ്ട് ഡെപ്റ്റ്. പ്രീമിയം ഇൻഷുർ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് അക്കൗണ്ടുകളെല്ലാം നമ്മുടെ അസറ്റ്. പ്രീപെയ്ഡ് അക്കൗണ്ടുകളെല്ലാം നമ്മുടെ അസറ്റ്. കാരണം അതിന്റെ പൈസ നമ്മൾ ശേഖരിച്ച് വെച്ച് തരാം, പൈസ വേറെ ശേഖരിക്കും. ഇതല്ലടാ പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ
ഫസ്റ്റ് അടച്ചതാണ്, അത് നമ്മുടെ അസറ്റാണ്, നമ്മുടെ സമ്പാദ്യമാണ്. അത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ എല്ലാ പ്രീപെയ്ഡ് അക്കൗണ്ടും എന്താണ്? അസറ്റ് അക്കൗണ്ട്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യും, 3000 ഡെബിറ്റ് ചെയ്യും. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എത്ര ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്? നമ്മൾ അഡ്വാൻസ് കൊടുത്തതാണ്. ഓക്കെ, ലോണ് പോലെ. ഓക്കെ, അടുത്ത വർഷത്തിലാണ് എന്നത് സെപ്റ്റേഴ്സ് ഇൻഷുറൻസ് പ്രീമിയം. എപ്പോഴും പ്രീപെയ്ഡ് അക്കൗണ്ട് ആയിരിക്കും ഡെബിറ്റ് ചെയ്യുക, മറ്റേത് ക്രെഡിറ്റ് ചെയ്യുക. ഇനി അടുത്ത ടേമാണ് അക്രൂഡ് ഇൻകം. എന്താ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഇൻ കേസ് ഓഫ് ഇൻകം ഹാസ് ബീൻ ഏൺഡ് ബട്ട് നോട്ട് ബി റിസീവ്ഡ് ടിൽ നൗ, അക്രൂഡ് ഇൻകം. അതായത് ഇപ്പൊ സെയില് നടന്നു, സെയില് 1 ലക്ഷം രൂപയ്ക്ക് നടന്നു, പക്ഷെ ഇതിന്റെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനെ പറയുന്നതാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. സെയില് നടന്നു, പൈസ കിട്ടാത്തതിനാണ് നമ്മൾ എന്തെങ്കിലും അക്രൂഡ്. അക്രൂഡ് പറഞ്ഞാൽ റൈസ് ചെയ്യും, ഉണ്ടായി. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെന്റ് റിസീവബിൾ ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ മന്ത് ഓഫ് നവംബർ 4000. 4000 രൂപ നവംബറത്തെ റെന്റ് കിട്ടാണ്ട്. ഇപ്പൊ നമ്മുടെ റൂം ഉണ്ടെന്ന് വിചാരിക്കുക, ആ റൂം നമ്മൾ റെന്റിന് കൊടുത്തു. എന്നുവെച്ചാൽ ആ പൈസ എനിക്ക് 4000 രൂപ കിട്ടാണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? 4000 രൂപ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താ? അക്രൂഡ് റെന്റ് ഇത്ര 4000. എന്താ അക്രൂഡ് റെന്റ് എന്ന് പറഞ്ഞാല്? അക്രൂഡ് റെന്റ് എന്ന് പറയുന്നത് എന്താ, ഏതുപോലെയെന്ന് അറിയോ? റെന്റ് ഇവിടെ ഇൻകം ആണ്. റെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻകം ആണ്. റെന്റ് ചിലപ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെന്റ് നമുക്ക് എക്സ്പെൻസ് ആണ്. റെന്റിന്റെ പൈസ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ എന്താ? ഇൻകം. സോ റെന്റ് അക്കൗണ്ട് ഇവിടെ എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. അത് യാതൊരു കുഴപ്പമില്ല, കാരണം ഇവിടെ റെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? അവിടെ റെന്റ് നമുക്ക് എക്സ്പെൻസ് ആയിരുന്നു, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇവിടെ റെന്റ് ഇങ്ങോട്ട് കിട്ടും. ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അക്രൂഡ് റെന്റ് എപ്പോഴും നമ്മൾ അക്രൂ ചെയ്യുന്നതല്ല. അക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടേണ്ട പൈസ, നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ആരാണ് അയാളിനെ അക്രൂഡ് റെന്റ് എന്ന് പറയുന്നത്. അക്രൂഡ് റെന്റ് നമ്മൾ അസറ്റ് ചെയ്യണം, നമ്മുടെ സമ്പാദ്യം. അപ്പോൾ അത് 4000 എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. ഉണ്ടോ? റെന്റ് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ടാ? മെയ്ഡ് ഇൻ ദ എമൗണ്ട് ഓഫ് റെന്റ് പീരിയഡ് ഫോർ ദ നമ്പർ വിച്ച് ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ റെന്റ്. ടോട്ടൽ റെന്റ് ഇൻകത്തിൽ അതൊന്നും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കുറെ പൈസ ഇങ്ങോട്ട് റിസീവ് അഡ്വാൻസ് ഇൻകം, പല പല ഇൻകംസ്, റെന്റ് ഇൻകം, സെയിൽ, എന്തായിക്കോ. അത് നമുക്ക് പൈസ ആൾറെഡി തരുന്നു. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഈ വർഷം ഇപ്പൊ 31 മാർച്ചിന് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡിസംബർ, ഏതൊരു ഡിസംബർ കഴിഞ്ഞു. അടുത്ത വർഷത്തിലെ റെന്റ് ഇപ്പോഴേ അടച്ചവരുണ്ടാവില്ല, അഡ്വാൻസ്. അതാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന അക്കൗണ്ടിലോട്ട് ചെയ്യണം. എന്താ? റെന്റ് റിസീവ്ഡ് അഡ്വാൻസ് ജനുവരി, ഫെബ്രുവരി. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ജനുവരിക്ക് എന്ത് ചെയ്തു? ആൻഡ് ഫെബ്രുവരി 2015. 2014 നമ്മൾ വെക്കണേ. ഇപ്പൊ 2014 മാത്രമേ ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ അതൊക്കെ ഉൾപ്പെടെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? റെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. റെന്റ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം ഇത് നമ്മൾ ആൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റെന്റ് റിസീവ്ഡ്, അതായത് ഇൻകം റിസീവബിൾ അക്കൗണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ലാബിലിറ്റി ലോണ് പോലെ അഡ്വാൻസ്. ഇൻകത്തിന്റെ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻകത്തിന്റെ പൈസ നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് ലോണ് പോലെയാണ്. അത് നമ്മുടെ ലാബിലിറ്റി ആണ്. കാരണം അവർ സാധനം വാങ്ങിയിട്ടില്ല, മേടിക്കുക അറിയില്ല, അവര് നേരത്തെ പൈസ വാങ്ങും. അപ്പൊ അതൊരു ലയബിലിറ്റിയാണ്. അവർ സാധനം മേടിക്കുന്നവരെ നമ്മൾ എന്താ? ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സെയിൽസിന്റെ പൈസ, റെന്റിന്റെ പൈസ, നമുക്ക് പൈസ കിട്ടാനുള്ളതൊക്കെ എങ്ങനെ പൈസ കിട്ടാനുള്ളത്? അഡ്വാൻസ് ആയിട്ട് തരുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളെ ഡെപ്റ്ററാണ്, മനസ്സിലായോ? അല്ല, അഡ്വാൻസ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് ലയബിലിറ്റി ഉണ്ടാവും. കാരണം അയാൾ ഇപ്പോഴല്ല പൈസ ഉണ്ട്, അടുത്ത വർഷം തന്നെ. അതുവരെ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് വെക്കണതിന്റെ വേണ്ടി. സോ അതെന്നാണ് അങ്ങനത്തെ വരുന്നത് ലയബിലിറ്റി, മനസ്സിലായോ? അപ്പൊ ഇൻകം റിസീവ് ആകുന്നുണ്ട്, അതിന്റെ എൻട്രി ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്താണ് കുറച്ച് മിസ്ലിനിയസ് എൻട്രീസ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല പല എൻട്രീസ്. ഫസ്റ്റ് ഒന്നാണ് ഡിപ്രീസിയേഷൻ. എന്താ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഡിക്ലൈൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ കുറയാം. സപ്പോസ് ഒരു കാർ മേടിക്കുന്നു വിചാരിക്കും, കാറിന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്കാണ് കാർ മേടിക്കുന്നു വിചാരിക്കും. എന്നീ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇല്ല. ഓരോ വർഷം വെച്ചിട്ട് അതിന്റെ വാല്യൂ ചിലപ്പോൾ അടുത്തൊരു കൊല്ലം കൊണ്ട് 9 ലക്ഷം, അടുത്ത കൊല്ലം കൊണ്ട് അത് 8 ലക്ഷം, പിന്നെ 7 ലക്ഷം.
അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ അസറ്റ്, ഈ കാറ് മേടിച്ചതെന്നാണ് കാർ അസറ്റാണ്, ഈ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തു കുറഞ്ഞു വന്നിരുന്നു. ഇങ്ങനെ ഈ കുറഞ്ഞു വരുന്ന പ്രോസസ് ഉണ്ടല്ലോ അതിന് ഡിപ്രീസിയേഷൻ, ടിയർ ആൻഡ് ടയർ എന്ന് പറയാം. അതിന് തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈസ് ദ എക്സ്പെൻസ് ഓഫ് ബിസിനസ്, അത് എക്സ്പെൻസ്. അത് നമ്മൾ എന്താ പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. അതെന്ത് ചെയ്യണം, അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരികയാണ് നോക്കിക്കോ. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ് ഫർണിച്ചർ വരിക. അപ്പൊ നോക്കണേ, എപ്പോഴും ഡിപ്രീസിയേഷൻ ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് എവിടെ ഏത് അസറ്റിലാണോ ഡിപ്രീസിയേഷൻ വരുന്നത് അത്. അതായത് ഇപ്പൊ നോക്കടാ, സപ്പോസ് ഒരു കാർ മേടിക്കുന്നു വിചാരിക്കും. അപ്പൊ കാർ മേടിക്കുമ്പോൾ നമ്മൾ എൻട്രി കാർ അക്കൗണ്ട് ഡെപ്റ്റർ. കാർ എന്ന് പറഞ്ഞ അസറ്റ് കൂടി എത്ര, 10 ലക്ഷം. എത്ര പൈസ കൊടുത്തിട്ട് മേടിച്ചെന്ന് വിചാരിക്കും, ക്യാഷ് 10 ലക്ഷം. അപ്പൊ ക്യാഷ് കുറച്ച് ക്രെഡിറ്റ് ചെയ്ത് കാർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയല്ല എൻട്രി വരിക. ഇനി അടുത്ത വർഷം ഇതിന്റെ ഒരു 1 lakh ഇതിന്റെ വാല്യൂ കുറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എന്താ അക്കൗണ്ടാ, എക്സ്പെൻസ് അക്കൗണ്ടാ. എത്ര വരികയാണ്, 1 lakh. കാറിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം കാറിന് ആദ്യം 10 ലക്ഷം വാല്യൂ ഉണ്ടായിരുന്നു, അസറ്റ് 10 ലക്ഷം വാല്യൂ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത കൊല്ലം കുറഞ്ഞു. അപ്പൊ അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. എത്ര, ഇതാണ് എൻട്രി. അപ്പൊ ഇതിപ്പോ കാറിന്റെ എൻട്രി, ഇതേപോലെ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ എൻട്രി നമുക്ക് കാണാം. മനസ്സിലായോ? അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ മുകളിൽ ഇൻട്രസ്റ്റ് ചിലപ്പോ നോക്കിക്കോ. ബിസിനസ് മേ അലോ ഇൻട്രസ്റ്റ് ടു പ്രൊപ്പറേറ്റർ ഓർ ഹിസ്റ്റോറിക് ക്യാപിറ്റൽ. അപ്പൊ നോക്കണ, ഈ ഓണർ ശരിക്കും നമ്മള് പൈസ നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ക്യാഷ് നമുക്ക് ഒന്നല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ FD എന്നൊക്കെ കൊടുക്കണോ. FD, എന്റെ FD എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ അപ്പൊ ഈ ഓണർ ഇപ്പോ ഇത് ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലോട്ട് ഇട്ടു. അങ്ങനെ ഈ ബിസിനസ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് വല്ലതും ഇതിന് കിട്ടുന്നുണ്ടോ, ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് എടുക്കുക, അത് അവരുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ കാരണം അവരുടെ ഡെയിലി ലൈഫൊക്കെ മുന്നോട്ട് പോകേണ്ടത്. സോ അതിന് ഒരു എമൗണ്ട് വേണ്ട, അപ്പൊ അത് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കണം. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ക്യാപിറ്റൽ മൂലം നമ്മൾ വെറുതെ ഇല്ലാത്ത ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യാം. അപ്പൊ ഇല്ലാത്ത ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കണം. ആ ഇൻട്രസ്റ്റ് എന്താണ്, ഈ ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ബിസിനസ്സിന് എന്താണ് എക്സ്പെൻസ്. അപ്പൊ നോക്കിക്കോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിന്റെ എന്താണ്, അതെന്ന് പറയുന്നത് എന്താ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഡെബിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത്ര 2000 ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര എന്ത് വരും, ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഇത് ഈ 2000 എന്ന് പറയുന്നത് എന്താ, ഇവിടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താ പറയുക, ഈ 2500 ഓണർക്ക് കൊടുക്കേണ്ട ഈ പ്രോഫിറ്റ് പോലെ ഉണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞാൽ ആ എക്സ്പെൻസ് ആർക്ക് കിട്ടുന്നത്, ഓണറിന് കിട്ടും. ഓണറിന് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും എവിടെ അഫക്ട് ചെയ്യും, ക്യാപിറ്റൽ അഫക്ട്. അപ്പൊ ശരിക്കും ഈ ഇപ്പൊ ഒരു 500 റുപ്യാണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ നമ്മള് ഇത് പറഞ്ഞില്ലടാ. അപ്പൊ രണ്ട് ബിസിനസ് വേറെ, ഓണർ വേറെ. അപ്പൊ ബിസിനസിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, ബിസിനസിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞ എക്സ്പെൻസ്, അത് ആർക്ക് കൊടുക്കാനുള്ള പൈസ, ഓണർക്ക് കൊടുക്കുന്നത്. ഓണർക്ക് കൊടുക്കാനുള്ള പൈസ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ കൂടിയാൽ എന്ത് ചെയ്യും, മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എൻട്രീസ് ആണ്. വിത്തൗട്ട് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വി ക്യാൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് ഡ്രോയിങ്. എന്താണ് ഡ്രോയിങ്, എന്താ ഡ്രോയിങ്സ് തന്നതാ. when the proper draw some money from the cash business for the personal use. ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. ഒരു ബിസിനസ് ഓണർ ഏതായിക്കോട്ടെ, ബിസിനസ് ഓണർ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ഞാൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ്. റെഡ്യൂസ് ദ ക്യാപിറ്റൽ. ഡ്രോയിങ്സ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം. അപ്പൊ എന്താ വരും, അപ്പൊ ഡ്രോയിങ്സ് ഫോർ എക്സാമ്പിൾ ക്യാഷ് വിഡ്രോൺ ഫ്രം ദ പ്രൊപ്പറേറ്റർ പേഴ്സൺ ഇത് 4000. അപ്പൊ എന്താ 4000 റുപ്യക്ക് എന്ത് വരും, ക്യാഷ് എടുക്കും. അപ്പൊ ക്യാഷ് കുറഞ്ഞില്ലടാ, ക്യാഷ് കുറഞ്ഞു. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു എക്സ്പെൻസ് അക്കൗണ്ട്. ഡ്രോയിങ്സ് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡ്രോയിങ്സ് കൂടി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കുറഞ്ഞു എന്നർത്ഥം. ക്യാപിറ്റൽ കുറഞ്ഞതിനെ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഡ്രോയിങ്സ് ചെയ്ത് അങ്ങനെ ഡ്രോയിങ്സ് അക്കൗണ്ട്സ്, അതാണ് ഇതിന്റെ എനിക്ക് വരുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അടുത്തത്
പല പല എൻട്രീസിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കും. അതായത് അടുത്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ജേണൽ. പല പല ജേണൽസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഓരോ ജേണൽസ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കണം, ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ജേണൽ ബുക്ക് ഇസ് എ ബുക്കാണ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡിങ് ക്രോണോളജിക്കൽ ഓർഡർ. ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുക. പിന്നെ അങ്ങനെയാകുമ്പോൾ ഇത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടഡ് ആവും. ഓരോ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, ടു ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അത് പല ആൾക്കാർക്കും പലതും ഇത് റെക്കോർഡ് ചെയ്ത് മറ്റേത് റെക്കോർഡ് ചെയ്യുക, അങ്ങനെ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജേണലിനെ തന്നെ പല പല കാറ്റഗറീസ് ചെയ്ത് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേണൽ ക്യാൻ ബി ക്ലാസിഫൈഡ് വേരിയസ് ടു ഇതായിട്ട് ഇതാക്കും. ഒന്ന് പറയുന്നത് സ്പെഷ്യൽ ജേണൽ ആൻഡ് ജേണൽ പ്രോപ്പർ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ ആൾസോ നോൺ ആസ് സ്പെഷ്യൽ പേർപ്പസ് ബുക്ക്. സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഒരു ഫ്ലോ ചാർട്ടർ വരുന്നുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ജേണൽ. ജേണൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ജേണലുണ്ട്, ജേണൽ പ്രോപ്പർ ഉണ്ട്. ജേണൽ പ്രോപ്പർ പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ജേണൽസ്, അതായത് ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജേണൽ. സ്പെഷ്യൽ ഫസ്റ്റ് വന്നാണ് ക്യാഷ് ജേണൽ. ക്യാഷ് ജേണൽ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജേണൽ ബേസ് ഇങ്ങനെ എഴുതല്ലേ, ഇതിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുക, എന്നിട്ട് അവസാനത്തെ ഒരുപാട് ഒരുമിച്ച്. അപ്പോൾ നമ്മുടെ ക്യാഷ് ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയാലും എന്ത് കാര്യങ്ങളും ക്യാഷ് ജേണൽ. രണ്ടാമതാണ് ഗുഡ്സ് ജേണൽ. ഗുഡ്സ് ഒരു ക്യാഷ് ജേണൽ സിമ്പിൾ ക്യാഷ് ജേണൽ ഉണ്ട്, ബാങ്ക് ഓർ ക്യാഷ് ജേണൽ, രണ്ട് തരം ഉണ്ട്. സിമ്പിൾ ക്യാഷ് ജേണൽ ഉണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് ഉണ്ട്. ബാങ്ക് കോളം ക്യാഷ് ജേണൽ ഓർ ബുക്ക് ഉണ്ട്. അതായത് ബാങ്ക് കോളം, അതായത് ബാങ്കും ക്യാഷും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിന് ബാങ്ക് കോളം ക്യാഷ് ജേണൽ ബുക്ക് എന്ന് പറയും, ജേണൽ അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്, ക്യാഷ് മാത്രം എന്ന് പറയും. ഓക്കെ, അതാണ് ക്യാഷ് ജേണൽ. അതായത് ക്യാഷും ബാങ്കും ഇതിൽ രണ്ട് ഒരുമിച്ചാണ് ചെയ്യുക. ക്യാഷും ബാങ്കും രണ്ട് സെയിം അല്ലടാ. ഈ ഗുഡ്സ് ജേണൽ ഗുഡ്സുമായിട്ട് റിലേറ്റഡ്. ഗുഡ്സുമായിട്ട് ഏതൊക്കെ വരിക, പർച്ചേസ് ജേണൽ ബുക്ക്, പർച്ചേസ് ആയിട്ടുള്ള അല്ലെ, പർച്ചേസ് ഓഫ് ഗുഡ്സ്. പിന്നെ സെയിൽ ബുക്ക്. സെയിൽ എന്ന് പറഞ്ഞാൽ ഏതായിട്ടാ, ഗുഡ്സ് ആയിട്ട്, ഗുഡ്സ് വിൽക്കണമല്ലടാ സെയിൽ. പർച്ചേസ് റിട്ടേൺ അല്ലേ, നമ്മൾ പർച്ചേസ് കൊടുത്ത് ചിലപ്പോൾ റിട്ടേൺ വരിക, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ബുക്ക്, സെയിൽ വിറ്റത് റിട്ടേൺ. അപ്പോൾ അതൊക്കെ ആര് ഹാൻഡിൽ ചെയ്യും? ഒക്കെ ഏതിൻ്റെ അണ്ടറിൽ വരിക, ഗുഡ്സ് ജേണൽ. ക്യാഷിൽ ബാങ്ക്, ക്യാഷ് ഉണ്ടാവും. ഓക്കെ, ഗുഡ്സിൽ പർച്ചേസ്, സെയില്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇതിൻ്റെ. അടുത്താണ് ബിൽ ജേണൽ. അടുത്ത വേറെ സെക്ഷനാണ് ബില്ല്. ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ, ബിൽ റിസീവബിളും അതുപോലെ ബിൽ പേയബിളും. ബില്ല് എന്ന് പറയുന്നത് പല പല ബിൽസ് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. ബിൽ റിസീവബിൾ അത് നമ്മൾ ഈ മുദ്ര പേപ്പറിലൊക്കെ എഴുതണം, ഇത്ര എമൗണ്ട്, ഇത്ര ദിവസം ഇത്ര എമൗണ്ട് എത്ര രൂപ തരാം, പിന്നെ ബില്ല് എന്ന് പറയാം. അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് എന്നൊക്കെ പറയും, അതൊക്കെ ബില്ലിൽ വരുന്നത്. അതായത് ഇത്ര എമൗണ്ട് ഇയാൾ എനിക്ക് തരാനോ ആ ബില്ലിൻ്റെ ഒക്കെ ട്രാൻസാക്ഷൻസ്. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആക്ച്വലി ഇപ്പോൾ പഠിക്കാം, പിന്നീട് ബില്ല്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന ബില്ലല്ല. ബില്ല് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കോൺട്രാക്ട് എന്നാണ് ഒരു പഠിക്കുന്നത്. സ്പെഷ്യൽ ജേണൽ. എന്താ സ്പെഷ്യൽ ജേണൽ? ഈ താഴെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താ സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ, സ്പെഷ്യൽ ജേണൽ ദോസ് ജേണൽ ആർ മീൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് റിപ്പീറ്റീവ് നേച്ചർ ടൈപ്പ്. ഒരു എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പം ക്യാഷ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല പല തവണ പല ടൈപ്സ് വരുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ. അതുപോലെ ഇനി അതിന് ഫസ്റ്റ് ആണ് ക്യാഷ് ജേണൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്. ക്യാഷ് ജേണൽ എന്ന് പറയും, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്. ക്യാഷ് ജേണൽ എന്താ, ക്യാഷ് ജേണൽ ക്യാഷ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷുമായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന ജേണൽ പറയുന്ന തരാനുണ്ട് ക്യാഷ് ജേണൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയും. അത് രണ്ട് തരാനുണ്ട്. സിമ്പിൾ ക്യാഷ് ബുക്ക്, ഇത് ഓൺലി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ്. ഇത് കഴിക്കുക ഓർഡിനറി ക്യാഷ്. ഒരു ക്യാഷ് അക്കൗണ്ട്, പൈസ ഉണ്ടാവില്ലേ കറക്റ്റ് ക്യാഷ് ആയിട്ട് കയ്യിലുള്ളത്, അതിന്റെ പേയ്മെന്റ് ഇതൊക്കെ. ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്യാഷ് ബുക്ക് കണ്ടെയ്ൻ വൺ ഓർ കോളം ഓഫ് ഈച്ച് സൈഡ് ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻ. ദിസ് ബുക്ക് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ. അവിടെ ഈ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അതിൽ ക്യാഷിനെ പറ്റിയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതിൽ അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ പറ്റിയിട്ടുണ്ട്. മറ്റ് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ ബാങ്ക് എത്ര ഉണ്ടാവില്ല. ഇതിൽ രണ്ടും റെക്കോർഡ് ചെയ്യും, നമ്മൾ രണ്ടും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യും. അതായത് ബാങ്കിന്റെ എമൗണ്ട് വരുന്നതും പോകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കും റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. ഇനി അടുത്തതാണ് പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് ബുക്ക് ഇറ്റ് മീൻസ് ഓൾ റെക്കോർഡിംഗ്. എന്താണ് ഓൾ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്.
only as cash purchase and according to the cash book. But ഈ നമ്മൾ ക്യാഷ് പർച്ചേസ് ക്യാഷിനാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഇതിലാണ് പോവുക ക്യാഷ് ബുക്കിൽ പോയിട്ടുണ്ടാവും കാരണം ക്യാഷ് ആയിട്ടുള്ള റിസീവൊക്കെ അവിടെ. അപ്പൊ ഇവിടെ വേറെ പർച്ചേസ് ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവില്ല അതാണ് ഇവിടെ ഉണ്ടാവുക. ഗുഡ്സ് പർച്ചേസ് നമ്മളിവിടെ കണ്ടു ഗുഡ്സ് പർച്ചേസ് ഉണ്ടാവും ഇവിടെ ഗുഡ്സ് ജേണൽ എന്നാണ് പർച്ചേസ് ജേണൽ ഉണ്ടാവും. ഈ പർച്ചേസ് ജേണൽ കടത്തിന് മേടിക്കുന്നതാണ് ക്യാഷ് കൊടുത്ത് മേടിക്കാത്തത് ഏത് വരുന്നു ക്യാഷ് ജേണലിൽ പോയിട്ട്. അപ്പൊ അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് സെയിൽസ് ജേണൽ. സെയിൽസ് ജേണൽ എന്ന് പറയുന്നത് എന്താ സെയിൽസ് ജേണൽ ഏതേ ഉണ്ടാവുള്ളൂ ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ വന്ന പൈസ കൊടുത്ത് അപ്പൊ തന്നെ മേടിക്കുന്ന സെയിൽ ഉണ്ടാവില്ല. അത് എവിടെ ഉണ്ടാവില്ല അത് കാരണം ക്യാഷിലായിരിക്കും. ക്യാഷാണ് എന്റെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് വരിക. അത് ക്യാഷ് കൊടുത്തിട്ടുണ്ടോ പിന്നെ അത് ക്യാഷ് ബുക്ക് പോകും. പിന്നെ ക്യാഷ് കുറെ ക്രെഡിറ്റ് കിട്ടതായിരിക്കും ഉണ്ടാവുക സെയിൽസ് ജേണൽ ഉണ്ടാവുക. പിന്നെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഏത് പർച്ചേസ് റിട്ടേൺ അവിടെ ക്യാഷിന് കൊടുത്തതല്ല. ക്യാഷിന് കൊടുത്തിട്ടുള്ള പർച്ചേസ് റിട്ടേൺ വെച്ചാൽ അവിടെ പൈസയും തിരിച്ചു പോയിട്ടുണ്ടാവും. അവിടെ അത് ക്യാഷ് ആയിട്ട് റിലേറ്റഡ് അപ്പൊ ക്യാഷ് ബുക്ക് പോകും. ഇവരെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിന് കടത്തിന് കൊടുത്ത പർച്ചേസ് അല്ലെങ്കിൽ കടത്തിന് മേടിച്ചുള്ള പർച്ചേസ് റിട്ടേൺ. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നതും ഇത് കടത്തിന് മാത്രം. ഈ ബിൽസ് റിസീവബിൾസ് എന്ന് പറയുന്നതോ ക്രെഡിറ്റ് ദ റേറ്റ് ഓഫ് റിവ്യൂ പേയ്മെന്റ് അഗ്രീഡ് അപ്പോൺ ദ ബയർ. അതെന്താ സപ്പോസ് പറഞ്ഞാൽ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ ബില്ല് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ബിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1,00,000 കൊടുക്കേണ്ട സാധനം നിങ്ങൾക്ക് വിറ്റു 1,00,000 കൊടുക്കേണ്ട സാധനം ഞാൻ വിറ്റു. നമ്മൾ രണ്ടാളും ഒരു ബില്ല് ഒരു മുദ്രപത്രം മേടിച്ചിട്ട് സ്റ്റാമ്പ് പേപ്പർ എടുത്തിട്ട് എന്ത് നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തരാം എന്നിട്ട് രണ്ടാളും സൈൻ ചെയ്തു. ഞാനും സൈൻ ചെയ്തു നിങ്ങളും സൈൻ ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ബില്ല്. ഈ ബില്ലിന്റെ ബെനിഫിറ്റ് എന്താ പറയുക ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് 1,00,000 രൂപ അവർ തരും. ബാങ്ക് അപ്പൊ അതിനാണ് ഇപ്പൊ ബില്ല് റിസീവബിൾ ഉണ്ടാവും. ബില്ല് റിസീവബിൾ ആണ് എന്താ പൈസ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. ബില്ല് പേബിൾ ഉണ്ടാവും അതാണ് ബില്ല് കൊടുക്കാറുള്ളത്. അതൊക്കെ ഏതിൽ വരിക ബിൽ ജേണൽസിൽ വരും. ഓക്കെ ഈ ജേണൽ പേപ്പർ രണ്ടാമത്തതാണ് ജേണൽ പേപ്പർ. എന്താ ജേണൽ പേപ്പർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ആണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ. അതായത് സ്പെഷ്യൽ വരുന്ന ഇത്രയും ഏരിയ ജേണൽ പേപ്പർ അല്ലാത്ത എല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബില്ല് എന്താണെന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പറഞ്ഞു. ബിൽസ് കിട്ടാനുള്ള പൈസ ആണെന്നുണ്ടെങ്കിൽ വലിയ കൊടുക്കാനുള്ളതാണെങ്കിൽ ഓക്കെ. അടുത്ത ജേണൽ പേപ്പർ. എന്താ ജേണൽ പേപ്പർ? ജേണൽ മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഓൾ സച്ച് ട്രാൻസാക്ഷൻ ഫോർ വിച്ച് നോ സ്പെഷ്യൽ ജേണൽ ഹാസ് ബീൻ മെയിൻറ്റെയിൻ ദ റിസീപ്റ്റ്. നമ്മുടെ ഈ സ്പെഷ്യലിൽ വരാത്ത എല്ലാ ട്രാൻസാക്ഷൻസും നമ്മളിപ്പോൾ ക്യാഷ് ഇതല്ലാതെ വേറെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മളിവിടെ ജേണൽ പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. നോട്ട് ഒക്കെ ഫ്രീക്വൻ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്ത് ഇതാക്കില്ല. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇത് നമ്മൾ നേരത്തെ വേണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രീപെയ്ഡ് റെന്റ് ഇതൊക്കെ നമ്മളെപ്പോഴും റെക്കോർഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ റിസീവ്ഡ് ഇൻ എക്സ്ട്രാ ജനറൽ പർപ്പസ് സക്സസ് ഇതൊക്കെ എന്തിന് എക്സ്ട്രാണ് അക്രൂഡ് ഇൻകം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് പർച്ചേസ് ബാഡ് അപ്സ് ഗുഡ് ടേക്കൺ ഫോർ ദ പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസ് അതായത് ഡ്രോയിങ്സ് ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല. ഡ്രോയിങ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഡിപ്രീസിയേഷൻ ഒക്കെ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ കൊല്ലത്തിൽ ഒരു തവണ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. സോ ഇങ്ങനത്തെ ടൈപ്പ് എപ്പോഴും നടക്കാത്ത നമ്മുടെ ജേണൽ സ്പെഷ്യൽ ജേണൽസിൽ വരാത്തതായിട്ടുള്ള ട്രാൻസാക്ഷനാണ് ജേണൽ പേപ്പറിൽ വരിക. അപ്പോൾ ബാക്കിയുള്ള ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും ജേണൽ പേപ്പറിൽ വരും. അപ്പോൾ ജേണൽ പേപ്പറിൽ നിന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ അവർ MCQ ആയിട്ട് ചോദിക്കും കുറച്ച് ട്രാൻസാക്ഷൻ വരും ഇത് ജേണൽ പേപ്പർ ആണോ സ്പെഷ്യൽ ആണോ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഓക്കെ എൻഡ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ജേണൽ മുഴുവൻ പറയുന്നില്ല കാരണം ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടുകൂടെ നമ്മുടെ ഏത് ജേണൽ എന്ന് പറഞ്ഞാൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പുള്ള ജേണൽ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ ജേണൽ കുറേ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ പല ജേണൽ സ്പെഷ്യൽ ജേണലുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചില്ലേ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ കുറേ ഡിവൈഡ് ചെയ്ത് കുറേ ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ഓരോരുത്തർ എഴുതി പർച്ചേസ് ചിലപ്പോൾ പല ആൾക്കാർക്കൊക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ബേസിൽ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള ചാപ്റ്റർ അതായത് റിട്ടേൺ അല്ലാതെ തീർന്നല്ല. ഇമ്പോർട്ടൻസ് ചെറിയൊരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ 7 മെറ്റ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് അത് TMA കഴിഞ്ഞ അടുത്ത് റിവൈസ്
കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ജേണലിൻ്റെയും ജസ്റ്റ് ഒന്ന് നോക്കിയാലടാ ഫോർമാറ്റ് അതിവിടെ നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മുടെ ജേണലിൻ്റെ ഞാൻ ഉണ്ടായി നേഴ്സിൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ട്. ഏതായിരുന്നു ചാപ്റ്റർ? ജേണൽ. ചാപ്റ്റർ 5 അല്ലടാ, ലെസൺ 5 അതിലൂടെ നോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇതാണ് ജേണൽ. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ 5 ജേണൽ. ജേണൽ സമ്മറി എടുത്തിട്ടുണ്ട്. എന്താണ് ജേണൽ എന്ന് പറയുന്നത്? പിന്നെ മീനിങ് ആണ് പേരുന്നത്. ഫോർമാറ്റ് നിങ്ങൾ പഠിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒറിജിനൽ റെക്കോർഡ് എന്നൊക്കെ പറയും ഇതിന്. അതുപോലെ തന്നെ നമുക്ക് ഇത് നിങ്ങളെന്തായാലും വായിക്കണം കേട്ടോ. നിങ്ങൾ വായിക്കുന്നതാണ് ഫസ്റ്റ് ടൈം എന്നുള്ളത് ക്രോണോളജിക്കൽ അതായത് കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക. സ്മോൾ ഡിഫറൻസ് പല പല ജേണൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് താഴെ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോസസ് ഓഫ് ജേണൽ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അത് ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യും. പിന്നെ റെക്കഗ്നൈസ്ഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ഇത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും ഏത് അക്കൗണ്ട്സിൽ എന്നത് പറയും. രണ്ടാമത്തെ റെക്കഗ്നൈസ്ഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഏത് അക്കൗണ്ടിനെ ബാധിക്കും, അതിലുള്ള അങ്ങനത്തെ ഇതിനെ ബാധിക്കും. പിന്നെ അപ്ലൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞത് അസറ്റും എക്സ്പെൻസും കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞ ക്രെഡിറ്റ്. ലയബിലിറ്റി ക്യാപിറ്റൽ ഇൻകം കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. പിന്നെ കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ്റെ നമ്മൾ ടച്ച് ചെയ്ത അതേ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പെഷ്യൽ ജേണൽ എന്താണ്, ക്യാഷ് ജേണൽ എന്താണ്, അതുപോലെ തന്നെ രണ്ട് പേജുള്ളൂ. പിന്നെ സിമ്പിൾ ക്യാപിറ്റൽ, ബാങ്ക് ക്യാഷ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ബിൽ പേയബിളിൻ്റെ ബിൽ ജേണൽ, പിന്നെ സെൽഫ് റിട്ടേൺ, അതൊക്കെ ഒരു കാര്യങ്ങൾ പറയും. അപ്പോൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡിസ്കസ് ചെയ്യാതൊന്നുമില്ല. രണ്ട് പേജ് എത്ര പേജാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ടു ഷോർട്ട് നോട്ട്സ് വെരി സിമ്പിളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ സ്പെഷ്യലായിട്ട് നോക്കാം. അതിൽ തന്നെ കുറവായിട്ട് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സോ ഇതിലൂടെ നമ്മൾ വായിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഏത് ഡിസ്കസ് ചെയ്യും? ക്രെഡിറ്ററിനാണ് ക്വസ്റ്റ്യൻ.